അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിൽ കരാർ ലംഘനമുണ്ടായത് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാഗോ പീറ്റർസൺ പറഞ്ഞു. നേരത്തെ കരാർ ലംഘനം നടത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്നും ടീമിനെ കേരളത്തിലെത്തിക്കാനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെട്ട 330 കോടി രൂപ ജൂൺ 6-ന് തന്നെ കൈമാറിയെന്നും കേരളത്തിലെ സ്പോൺസർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിട്ടത് സ്പോൺസറാണ്. അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള പണവും സ്പോൺസർ അടച്ചിട്ടുണ്ട്. സർക്കാരിന് ആരുമായും കരാറില്ല. സ്പോൺസർ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് കരാർ ഒപ്പിട്ടതെന്നും അബ്ദുറഹിമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മെസ്സി ഈസ് മിസ്സിംഗ് എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരിഹസിച്ചു. വിഷയത്തിൽ കായികമന്ത്രി മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. മെസ്സിയാണ് CPMന്റെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ വിമർശിച്ചു. മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന പ്രചാരണം സർക്കാർ തള്ളിമറിച്ചുണ്ടാക്കിയ അപകടമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സർക്കാർ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളുകളിൽ സുരക്ഷാമിത്രം എന്ന പേരിൽ സഹായപ്പെട്ടികൾ സ്ഥാപിക്കും. ഇത് പ്രധാനാധ്യാപികയുടെയോ പ്രിൻസിപ്പലിന്റെയോ മുറിയിൽ വെക്കണം. കുട്ടികൾക്ക് പേരുവെച്ചോ വെക്കാതെയോ കാര്യങ്ങൾ പറയാം. ആഴ്ചയിലൊരിക്കൽ പെട്ടി തുറന്ന് പരാതി വായിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ആലപ്പുഴയിലെ നൂറനാട് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ രണ്ടാനമ്മയും പിതാവും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതി. പുലിനകം കെട്ടി നടന്നവരും ആനക്കൊമ്പ് കൊണ്ടുപോയവരും നമുക്ക് മുന്നിലുണ്ടെന്നും അവർക്കൊന്നുമില്ലാത്ത നിയമമാണ് വേടന് മാത്രമുള്ളതെന്നും മന്ത്രി OR കേളു പറഞ്ഞു. വേടനെ ഒതുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതെന്നും ജാതിയുടെ വേലിക്കെട്ടുകളും അതിർവരമ്പുകളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും വേടന്റെ പരിപാടികൾക്ക് ആളുകൂടിയപ്പോൾ ചിലർക്ക് വിരുളി പിടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജ്യോതിഷികളുടെ വീട്ടിൽ പോയാൽ എന്താണ് കുഴപ്പമെന്ന് AK ബാലൻ. താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജ്യോതിഷികളുമായി നല്ല ബന്ധമുണ്ടെന്നും ജ്യോതിഷികളുമായും മാജീഷ്യന്മാരുമായും സംസാരിക്കാൻ തനിക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടെന്നും ബാൻ പറഞ്ഞു. സമയം നോക്കാനോ ജ്യോതിഷം നോക്കാനോ അല്ല അവിടെ പോകുന്നതെന്നും ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ച് AK ആന്റണിക്കെതിരെ താൻ നിയമസഭയിൽ സംസാരിച്ചിരുന്നുവെന്നും AK ബാലൻ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനത്തിൽ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് DME KV വിശ്വനാഥൻ. പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം അനുചിതമെന്ന് തോന്നുന്നില്ലെന്നും വാർത്താ സമ്മേളനത്തിനിടെ ഫോണിൽ വിളിച്ചത് താനാണെന്നും അതിൽ ദുരുദ്ദേശമില്ലെന്നും KV വിശ്വനാഥൻ പറഞ്ഞു. റിപ്പോർട്ടിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയാനാണ് വിളിച്ചത്. ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ടപ്പോഴാണ് സതുദ്ദേശത്തോടെ ഫോൺ വിളിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകിയത്. അതിൽ മറ്റു ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതായ സംഭവത്തിലടക്കം അന്വേഷണം നടക്കട്ടെയെന്നും താൻ തുറന്ന പുസ്തകമാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആരോഗ്യമന്ത്രി തന്നെ നേരിൽ വന്ന് കണ്ട് സംസാരിച്ചിരുന്നുവെന്നും വിവാദങ്ങൾ ദുഃഖമുണ്ടാക്കിയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞുവെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. താൻ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാരിനെതിരെ ആയിരുന്നില്ലെന്നും താൻ ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാരിലേക്ക് എത്താഞ്ഞതാണ് പ്രശ്നമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ഫയൽ നീങ്ങാതെ കിടന്നിരുന്നുവെന്നും സർക്കാർ തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും വിവാദങ്ങൾക്കൊന്നുമില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ 15-അംഗ പോലീസ് സംഘമാണ് മന്ത്രിക്കൊപ്പം ഉള്ളത്. ആലപ്പുഴ നോർത്ത് സൗത്ത് സ്റ്റേഷനുകളിലെ പോലീസുകാരാണ് സുരക്ഷാ സംഘത്തിലുള്ളത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ മുൻകരുതലിനാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെന്നാണ് വിവരം. ചില നേതാക്കൾ ജ്യോതിഷനെ കാണുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നുവെന്ന വാർത്തയിൽ അങ്ങനെയൊരു വിമർശനം ഉയർന്നിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്ന് P ജയരാജൻ പ്രതികരിച്ചു. അതിനപ്പുറത്താൻ വ്യക്തമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ നിർമ്മാണത്തിലുള്ള പാലം തകർന്ന സംഭവത്തിൽ 3 പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കരാർകാലനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്നും പൊതുമരാമത്ത് മന്ത്രി അറിയിച്ചു. പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി ദുബദെ ബിഷപ്പ് മാർ റെമിജിയോ ഇഞ്ചനാനിൽ. ക്രിസ്ത്യൻ പ്രവർത്തകർക്ക് നേരെ ആക്രമണം തുടരുകയാണ്. പാകിസ്ഥാനിൽ ന്യൂനപക്ഷ ആക്രമണം നടക്കുന്നുവെന്ന് പറഞ്ഞ് കേന്ദ്രം നിയമം നിർമ്മിച്ച് ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകി. അതുപോലെ ഇന്ത്യയിൽ ന്യൂനപക്ഷം വിദേശരാജ്യത്തേക്ക് പോകണോ എന്ന് താമരശ്ശേരി ബിഷപ്പ് ചോദിച്ചു. TP കേസ് പ്രതി കോടിസുണി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവയുടെ പരസ്യ മദ്യപാനത്തിൽ കേസെടുത്തു പോലീസ്. കൊലക്കേസ് പ്രതിയായ കൊടിസുണിക്ക് മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ 3 സിവിൽ പോലീസുകാരെ ദിവസങ്ങൾക്ക് മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു.
താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം വിലക്കി. 7 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ അറിയിച്ചു. അമ്മയിലെ ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്നും അറിയിപ്പുണ്ട്. വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിലായിരുന്ന ജീവനക്കാരൻ പിടിയിലായി. അക്കൗണ്ടന്റ് VC നിഥനാണ് പിടിയിലായത്. ജീവനക്കാരനെ മലപ്പുറത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. കേസിൽ ഉൾപ്പെട്ട അക്രഡിറ്റഡ് എഞ്ചിനീയർ ജോജോ ജോണി വിദേശത്തേക്ക് കടന്നതായി സംശയം. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ നൂറനാട് 4ാം ക്ലാസ്സുകാരിയെ മർദ്ദിച്ച കേസിൽ പിടിയിലായ അച്ഛനെയും രണ്ടാനമ്മയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇരുവരും ഇന്നലെ രാത്രിയാണ് പിടിയിലായത്. ഇരുവരുടെയും മാസങ്ങൾക്ക് മുൻപുള്ള ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു. പ്രതികളെ നൂറനാട് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മർദ്ദനമേറ്റ കുഞ്ഞിനെ നേരിൽ കാണും. കഴിഞ്ഞ വർഷം ബസ്സിൽ വെച്ച് വാളയാർ പോലീസ് 96.57 ഗ്രാം മെത്താംഫിതമിൻ പിടികൂടിയ കേസിൽ പ്രതിയായ നൈജീരിയൻ പൗരൻ അറസ്റ്റിലായി. ബംഗളൂരു കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിയായ എബുക്ക പ്രോസ്പർ ഇഗ്ബോണൂസ് ആണ് പിടിയിലായത്. വാളയാർ പോലീസ് ബംഗളൂരുവിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കണ്ണൂരിൽ KSU പ്രവർത്തകന് ക്രൂരമർദ്ദനം. കണ്ണൂർ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അസൈനാറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ അസൈനാറിന് ഗുരുതരമായ പരിക്കേറ്റുവെന്നാണ് പരാതി. DYFI CPM പ്രവർത്തകർ ചേർന്നാണ് KSU പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിച്ചതെന്ന് പരാതി. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അസൈനാറിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടു. കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് നടപടി. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന അമ്മു സജീവൻ 2024 നവംബർ 15-നാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചത്. പത്തനംതിട്ട പോലീസ് അന്വേഷിച്ച കേസിൽ 3 സഹപാഠികളെ പ്രതി ചേർത്തിരുന്നു. ആത്മഹത്യാപ്രേരണ കുറ്റമാണ് ചുമത്തിയിരുന്നത്. വോട്ടർ ലിസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കിയെന്ന റിപ്പോർട്ടുകൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചില സംസ്ഥാനങ്ങളുടെ വോട്ടർ പട്ടിക സൈറ്റിൽ നിന്ന് കാണാതായെന്ന റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് പ്രതികരണം. വിഷയത്തിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയം കത്ത് നൽകിയിട്ടും കമ്മീഷൻ ഒഴിഞ്ഞുമാറുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം.